നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. SYS സംസ്ഥാന സെക്രട്ടറിയായ മുസ്തഫ മുണ്ടുപ്പാറ കേരളത്തിനെ രണ്ടായി വിഭജിക്കണമെന്ന വിവാദ പ്രസ്താവന നടത്തിയത് +1 സീറ്റിൽ വരുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റിയാൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഇതിനെതിരെ അന്ന് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. കേരളം വിഭജിക്കാൻ നീക്കമുണ്ടായാൽ BJP ചെറുക്കുമെന്നും നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആവശ്യം സമസ്ത ഏറ്റെടുത്തിരിക്കുന്നു. ഇനി CPM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാട് കൂടി അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗാണ് കേരളത്തിനെ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾക്ക് അണിയറയിൽ ചരട് വലിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായവരുടെ പാരമ്പര്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും പേറുന്നതെന്നും വ്യക്തമാക്കി. മലബാറിനോട് കാണിച്ച അവഗണനയ്ക്ക് മുസ്ലിം ലീഗും ഉത്തരവാദികളാണ്. UDF മന്ത്രിസഭയിൽ എല്ലാ കാലത്തും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ലീഗ് ആയിരുന്നിട്ടും +1 സീറ്റിലെ കുറവ് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മലബാറിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെയുള്ള സമരത്തിന്റെ പേരിൽ മത അജണ്ടകൾ തിരികെ കയറ്റാൻ അനുവദിക്കില്ല. മതമൗലികവാദികളുടെ നീക്കങ്ങൾക്കെതിരെ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്നും K സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കേരളം വിഭജിക്കണമെന്ന സംസ്ഥയുടെ ആവശ്യം വിഘടനവാദത്തിന്റെ ശബ്ദമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേക സംസ്ഥാനം വേണമെന്ന സംസ്ഥാന നേതാവിന്റെ ആവശ്യത്തിനു പിന്നിൽ വികസനമല്ല ലക്ഷ്യം, വിഭജന തീവ്രവാദ അജണ്ടയാണ്. സംസ്ഥയുമായുള്ളത് പൊക്കൽക്കൊടി ബന്ധമാണെന്നാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ ലീഗിന്റെ ശബ്ദമാണ് സംസ്ഥയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിന്റെ തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ ശബ്ദമാണിത്. മുസ്ലിം ലീഗും തീവ്രവാദ സംഘടനകളും ഒരു കൂട്ടായ്മയായാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടായ്മ UDF-ന് അനുകൂലമായിട്ടാണ് നിന്നത്. മാർക്സിസ്റ്റും കോൺഗ്രസും തീവ്രവാദികൾക്ക് നൽകുന്ന പിന്തുണയും സഹകരണവുമാണ് കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ സാധിച്ചത്. PFIയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല സംഘടനകളിൽ കൂടിയും പലരും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാരിനോ കോൺഗ്രസിനോ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. ഇവർക്ക് വെള്ളവും വളവും നൽകുന്ന സമീപനമാണ് ഇരു മുന്നണികളും സ്വീകരിക്കുന്നത്. സംസ്ഥാനം വിഭജിക്കണമെന്ന സമസ്തയുടെ നിലപാടിനോട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇരു നേതാക്കളുടെയും മുസ്ലിം ലീഗിന്റെയും പ്രതികരണം അറിയാൻ കേരള ജനതയ്ക്ക് താല്പര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരള സർക്കാരിന്റെ പല നയപരമായ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് സമസ്തയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.